നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന്റെ ദുരിതങ്ങൾ പിന്നിട്ട പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങാൻ അവസരം കാത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയ ഇളവുകൾ നൽകി അറബ് രാഷ്ട്രങ്ങൾ. വിസ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് പിഴ അടയ്ക്കാതെ നാട്ടിലേക്ക് മടങ്ങാനുള്ള അവസരം വിനിയോഗിക്കുന്നവർ ഇന്ത്യൻ കോൺസുലേറ്റിലും എംബസിയിലും അപേക്ഷ നൽകേണ്ടതാണ്. ഇന്ത്യൻ എംബസിയാണ് പത്രക്കുറിപ്പിൽ ഇക്കാര്യം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. മാർച്ച് 1 മുമ്പ് വിസ കാലാവധി കഴിഞ്ഞവർ ഓഗസ്റ്റ് 17 രാജ്യം വിട്ടാൽ വിസ പിഴ ഈടാക്കേണ്ടതില്ല എന്ന് UAE അറിയിച്ചിരുന്നു. ഈ അവസരം വിനിയോഗിക്കുന്നവരാണ് എംബസിയിലും കോൺസുലേറ്റിലും അപേക്ഷിക്കേണ്ടത്. ഇതിനായി നിശ്ചിത ഫോറം പുറത്തിറക്കിയിട്ടുമുണ്ട്. അപേക്ഷിക്കേണ്ടത് ഇങ്ങനെ: അബുദാബി എമിറേറ്റിൽ താമസിക്കുന്നവരും അബുദാബിയിൽ നിന്ന് വിസ എടുത്തവരും ഇന്ത്യൻ എംബസിയിലാണ്, അതായത് ഇമെയിലായ ഇന്ത്യൻ എംബസിയുടെ ഇമെയിലിൽ ca.abudabi@mea.gov.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കേണ്ടതാണ്. മറ്റ് എമിറേറ്റുകളിലുള്ളവർ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. വെബ്സൈറ്റ് ഇതാണ്: cons2.dubai@mea.gov.in എന്നത് തന്നെ. ഇമെയിൽ വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇതിന് കഴിയാത്തവർക്ക് കോൺസുലേറ്റിലെയും എംബസിയിലെയും ഡ്രോപ്പ് ബോക്സുകൾ വഴി നേരിട്ട് അപേക്ഷിക്കാം. അപേക്ഷാ ഫോറം ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും എംബസിയുടെയും സൈറ്റിലും സോഷ്യൽ മീഡിയ പേജുകളിലും ലഭ്യമാണ്. പാസ്പോർട്ട് വിവരങ്ങൾ, മൊബൈൽ നമ്പർ, ഇമെയിൽ വിലാസം, വിസ കോപ്പി എന്നിവയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തണം. ഇവയുടെ കോപ്പികളും നൽകണം. യാത്രയുടെ 7 ദിവസം മുമ്പെങ്കിലും അപേക്ഷ നൽകണം. യാത്രയ്ക്ക് മുമ്പ് പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. പാസ്പോർട്ട് കൈവശമില്ലാത്തവർ എംബസിയുമായോ കോൺസുലേറ്റുമായോ ബന്ധപ്പെട്ട് ഇത് ലഭ്യമാക്കാൻ സൗകര്യം ചെയ്യണം. ഇതിനുശേഷം മാത്രമേ വിസ പിഴയിളവിന് അപേക്ഷിക്കാനാവൂ. കോൺസുലേറ്റിലും എംബസിയിലും ലഭിക്കുന്ന അപേക്ഷകൾ UAE അധികൃതർ കൈമാറുകയും ചെയ്യും. ഇവരും അനുമതി നൽകുന്നതോടെ അപേക്ഷകനെ ഫോണിലോ ഇമെയിലിലോ വിവരം അറിയിക്കും. അപേക്ഷ നൽകിയ ശേഷം 5 ദിവസത്തിനുള്ളിൽ വിവരം അറിയിക്കുകയും ചെയ്യും. യാത്രാനുമതി ലഭിക്കുന്നവർ കഴിയുന്നത്ര വേഗത്തിൽ നാട്ടിലേക്ക് തിരിക്കണം. കോവിഡ് പശ്ചാത്തലത്തിൽ എംബസിയുടെയും കോൺസുലേറ്റിന്റെയും മുന്നിൽ വരി നിൽക്കുന്നത് ഒഴിവാക്കണമെന്നും എംബസി അധികൃതർ അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.